ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സർക്കാരിന്റെ ഈ തീരുമാനത്തെ ശരിവെക്കും എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞങ്ങളുള്ളത്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ മാറിയത് അറിയാത്ത ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ചില സംവിധാനങ്ങളിലുണ്ട്. അതിലൊന്നാണ് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി. ആ കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി പ്രസ് കട്ട് ഉടമകളിൽ നിന്നും പണം വാങ്ങിയിട്ടാണോ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെച്ചത് എന്ന് ന്യായമായും സംശയിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടികൾ കൂടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കേണ്ടതായി വരുന്നൊരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ കമ്പനി അടച്ചുപൂട്ടുക മാത്രമല്ല, ഈ കമ്പനിക്ക് അനുകൂലമായി നിലയുറപ്പിച്ചവരെയും അതിനുവേണ്ടി പണം വാങ്ങി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കൊടുത്തുകൂടിയാണ് ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ രാഷ്ട്രീയമായ ഭിന്നതയുണ്ടോ? ഇപ്പോൾ സലീം മടവൂർ ഉൾപ്പെടെയുള്ള ആൾക്ക് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് ആദ്യമേ അറിയാവുന്ന കേസാണ്. കാരണം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാലും കോടതി ഇടപെട്ടാൽ ഈ ഫാക്ടറി തുറക്കാൻ പറ്റും. എന്നിട്ട് പോലും കബളിപ്പിക്കലായിരുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണം. 7 വർഷമായി ഈ പ്രസ് കട്ട് സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രസ് കട്ടിന്റെ വക്കാലത്തെടുത്ത ആളുകൾ, അവർക്ക് സംശയമൊന്നും വേണ്ട. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ പ്രസ് കട്ട് ഞങ്ങൾ പൂട്ടും. ഒരു സർക്കാർ മാറി പുതിയ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പൂട്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പൂക്കാനുള്ള തീരുമാനമെടുത്തു. ഇനി അത് കോടതിയെ ബോധ്യപ്പെടുത്തും. ഞങ്ങളുടെ അടുത്ത ഘട്ടം അതാണ്. ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. ഞങ്ങളത് ബോധ്യപ്പെടുത്തും. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയുന്നു. ഈ കമ്പനിക്ക് അനുകൂലമായി നിന്ന് ജനങ്ങളുടെ ഈ കണ്ണീരിനെ പുച്ഛിച്ചവർ, ആ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചില നക്കാപ്പിച്ച പണം വാങ്ങിയിട്ട് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുത്തതുപോലെ കൂടത്തായിലെയും അതുപോലെ തന്നെ കട്ടിപ്പാറയിലെയും ഓമശ്ശേരിയിലെയും താമരശ്ശേരിയിലെയും തിരുവമ്പാടി മണ്ഡലത്തിലെ കരിമ്പാലക്കുന്നടക്കമുള്ള പ്രദേശങ്ങളിലെയും ജനങ്ങളെ ഒറ്റുകൊടുത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പോരാട്ടം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. നാളെ കളക്ടർ പരിശോധന നടത്തി അവിടെ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ സമരസമിതിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവരാണ്. കഴിഞ്ഞ 7 കൊല്ലമായി ഇത് സത്യത്തിൽ ഇവരുടെ കൂടി വിജയമാണ്. ഞങ്ങളാരുടെയും വിജയമായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല. 7 കൊല്ലമായി കഴിഞ്ഞ 7 കൊല്ലമായി ഇത് സത്യത്തിൽ ഇവരുടെ കൂടി വിജയമാണ്. ഞങ്ങളാരുടെയും വിജയമായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല. 7 കൊല്ലമായി കഷ്ടപ്പെട്ട് എത്ര ആളുകൾ ജയിലിൽ പോയ ആൾക്കാർ എന്റെ കൂട്ടത്തിലുണ്ട്. മാസങ്ങളോട് ജയിലിൽ കിടന്ന ആളുകളുണ്ട്. സമരസമിതിയുടെ നേതാവ്, അവിടുത്തെ ജനപ്രതിയായ ബാബുക്ക ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകൾ, അവിടുത്തെ സ്ത്രീകള്, ഉമ്മമാര്, കുഞ്ഞുങ്ങള്, സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത എത്ര കുഞ്ഞുങ്ങള്, അവരുടെയൊക്കെ വേദനയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ നിലവിളിയുടെ ഒരു വിജയമാണ് സത്യത്തിൽ ഇന്നലെ ഉണ്ടായത്. അതിന്റെ ഒന്ന് ശോഭ കെടുത്തിക്കളയാൻ ഏത് കമ്പനി മുതലാളി വിചാരിച്ചാലും സാധ്യമല്ല എന്നുള്ളത് ഒരു നിമിഷം ഞങ്ങൾ ഈ സമരക്കാരുമായി ആലോചിച്ച് നാളെ മുതൽ ഏത് രീതിയിൽ സർക്കാരിന്റെ ഒരു തീരുമാനം വന്നു, ആ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണോ വേണ്ടേ എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ച് അവിടെയുള്ള ജനങ്ങളുമായി ആലോചിച്ച് ഞങ്ങൾ കൂട്ടായ തീരുമാനമെടുക്കും. ജനങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ മുന്നിൽ ഞാനും നിൽക്കും. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം, ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കൊണ്ടുള്ള മലിനീകരണ ബോർഡിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ഉത്തരവിനെതിരെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥര് ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് ഒരു സ്റ്റേ വാങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടറോടും മലിനീകരണ ബോർഡിനോടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ശാശ്വത തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്താം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അപ്പോൾ ആദ്യം സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു. തൊട്ട് പിന്നാലെ പിറ്റേ ദിവസം ഇവർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് വാങ്ങുന്നു. ഇപ്പം ഇത് രണ്ടും വന്നതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിൽ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവർ പറയുന്നത്? അതിൽ ഒരു വാദം എന്ന് പറഞ്ഞിരുന്നത്, ഈ പറയുന്ന സർക്കാർ ഉത്തരവിറക്കിയിട്ട് എന്താണ് കാര്യം? അത് കോടതിയിൽ പോയാൽ സ്റ്റേ ലഭിക്കില്ലേ? ഇതറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചതാണ് എന്നുള്ളതാണ്. ആ ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷക്കാലമായി സമരം ചെയ്യുന്നു ഈ നാട്ടിലെ ജനങ്ങൾ, അല്ലേ? ആണും പെണ്ണും കുട്ടികളും അടക്കം കേസുകളിൽ പെടുന്നു. ആ 7 വർഷം സമരം ചെയ്തിട്ടും ആ സമരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന ഒരു ഭരണകൂടം ഇറങ്ങിപ്പോയി 2ാം മാസം ഇങ്ങനെ ഒരു ഉത്തരവ് പുതുതായിട്ട് വന്ന സർക്കാർ
ഇറക്കിയതാണ് അവരെ ചൊടിപ്പിച്ചത്. കാരണം ഈ പറയുന്ന ആളുകളൊക്കെ ഫ്രഷ് കട്ടിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അച്ചാരം വാങ്ങാതെ ഈ പറയുന്ന ഫ്രഷ് കട്ടിനെതിരെ ക്ലോഷർ ഓർഡർ വന്നപ്പോൾ അതിൽ വേദനിക്കുകയും അത് ഹൈക്കോടതിയിൽ നിന്ന് ആ ഉത്തരവിന് സ്റ്റേ ലഭിച്ചപ്പോൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരാരാണെന്നറിയോ? ആ കൂട്ടരാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ സന്തോഷം പങ്കുവെക്കുന്നത്. എന്തിലാ അവർക്ക് സന്തോഷം? അവർക്ക് സന്തോഷം ഈ ഫ്രഷ് കട്ട് പൂട്ടാനുള്ള ഉത്തരവ്, ആ ഉത്തരവ് സ്റ്റേ ചെയ്ത ഓർഡർ വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായ? ആരാ ഈ ആൾക്കാർ? ഈ ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷക്കാലം, അതായത് ഈ പറയുന്ന സമരം തുടങ്ങിയിട്ട് 7 വർഷക്കാലമായി. ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഭരിച്ച പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായ, ഭരിച്ച പാർട്ടിയുടെ കുഴലൂത്തുകാരായിരുന്ന ഒരു സംഘമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഈ കൊടുവള്ളി മണ്ഡലത്തിൽ പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. മനസ്സിലായ? അപ്പോൾ ആ കൊടുവള്ളിയുടെ സമീപ പ്രദേശത്തുള്ള ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില തലക്കെട്ട് കെട്ടിയ ടീമുണ്ട്. അവർക്കാണ് ഈ സന്തോഷം. എന്തില്? ഫ്രഷ് കട്ട് പൂട്ടിയ ഉത്തരവ് വന്നപ്പോഴല്ല അവർക്ക് സന്തോഷം, അതിന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയപ്പോഴാണ് അവർക്കിതിൽ സന്തോഷം. കാരണം എന്താണെന്നറിയോ? കാരണം ഇവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും, തെരഞ്ഞെടുപ്പ് ഘട്ടം, തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയൻ്റെ ഏറാമൂലികളായിരുന്നു ഇവർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തോറ്റപ്പോൾ അതിൽ വല്ലാത്ത വേദനയുണ്ട്. കാരണം അഹോരാത്രം പണിയെടുത്ത് രാത്രി ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റല്ല കേട്ടോ, തലക്കെട്ട് കിട്ടിയ ടീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാത്രി ഉറക്കമൊഴിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച കാര്യമല്ല, രാത്രി ഉറക്കമൊഴിച്ചിട്ട് പിണറായി വിജയനെയും കൂട്ടരെയും വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ. അങ്ങനൊക്കെ പണിയെടുത്തിട്ടും 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി. ആ പൊട്ടി തരിപ്പണമായി തകർന്ന് തരിപ്പണമായതിൻ്റെ വേദന ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കാണ് ഹൈക്കോടതി സ്റ്റേ ഓർഡർ നൽകിയപ്പോൾ വലിയ സന്തോഷം. പക്ഷെ ഇതവിടെ ഇവർ കരുതിയത് ആ സ്റ്റേ ഓർഡറിൽ എല്ലാം തീർന്ന്, ഇനിയൊന്നുമില്ല, ഉത്തരവ് ഹൈക്കോടതി സ്റ്റേയോടുകൂടി തീർന്നു എന്നാണ് കരുതുന്നത്. ഇവർക്ക് തെറ്റി. കാരണം PK ഫിറോസ് അവിടെ ഉള്ള കാലത്തോളം ഇനി വരും ദിവസങ്ങളിൽ അത് പൂട്ടിച്ചേ അടങ്ങുള്ളൂ. മനസ്സിലായില്ലേ? അത് പൂട്ടിച്ചേ അടങ്ങുള്ളൂ, അതിലൊരു തർക്കമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു രീതിയിലും അതിന് വേണ്ട എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ എടുക്കും. കാരണം ഇവർ കുറേ പണിയെടുത്തതാണല്ലോ പിണറായി വിജയനെയും ടീമിനെയും വിജയിപ്പിക്കാൻ. ആ പണിയെ മറിച്ചിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ഫ്രഷ് കട്ടാണോ അത് തീരുമാനമാക്കുക തന്നെ ചെയ്യും. ഇപ്പം ഇത് പറയുമ്പോൾ, ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പം കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ആദ്യമായിട്ടൊന്നല്ല, ഇപ്പോൾ ഒരു എന്തിനധികം പറയുന്നു, സർക്കാർ ഉത്തരവാണ് നിൽക്കട്ടെ. സർക്കാർ ഉത്തരവുകൾ പലതും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലേ? കാലാകാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉത്തരവുകൾ പലപ്പോഴും കോടതികളിൽ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഉത്തരവുകൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ ജില്ലാ കോടതിയുടെ, സെഷൻസ് കോടതിയുടെ, ഹൈക്കോടതിയുടെ ഉത്തരവുകളടക്കം മേൽക്കോടതികളിൽ പോയി സദാസമയങ്ങളിൽ എന്തിനടക്കം കൊലക്കുറ്റത്തിന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചിട്ട് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ച കേസുകളിൽ പോലും പിന്നീട് മേൽക്കോടതികളിൽ നിന്ന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ വന്നിട്ടുണ്ട് ഒരു 12 വയസ്സുകാരനെ, 12 വയസ്സുകാരനാണോ 15 വയസ്സുകാരനാണോ എന്നറിയില്ല, ഓർക്കുന്നില്ല, തിരുവനന്തപുരത്ത് നിന്ന് ഇടിച്ചിട്ട് കൊന്ന ഒരു വാഹനത്തിൻ്റെ ഉടമയെ ശിക്ഷിച്ച കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിനെന്താ പറയുന്നത്? അല്ല, ഇപ്പം സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തപ്പോൾ അതിനെ വലിയ ആഘോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ആളുകൾ, ഇത്തരം ഉത്തരവുകളും ഇത്തരം സ്റ്റേകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സർവ്വസാധാരണമാണ്, അല്ലേ? പിന്നീട് ഈ സ്റ്റേകളൊക്കെ നീക്കി ആ ഉത്തരവുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും.
അപ്പോൾ ഇന്നലെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അവിടെ കോടതിയിൽ എന്താണ്, കോടതിയിൽ ഒരു റിപ്പോർട്ട് എത്തണം. ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ട് റിപ്പോർട്ട് വരെയുള്ള ഒരു കാലയളവിലേക്കാണ് ഈ താൽക്കാലിക സ്റ്റേ ആണ് സർക്കാർ ഉത്തരവിന് നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇവരുടെ പ്രശ്നം എന്താണ്? ഇത്തരം ആളുകൾ ഇത് ആഘോഷിക്കുന്ന തലേക്കെട്ട് കെട്ടിയ അടക്കം ആളുകളുണ്ട്. എന്തിന് ഈ പറയുന്ന താമരശ്ശേരിയുടെ സമീപ പ്രദേശങ്ങൾ, ഇപ്പം ഈ ഫ്രഷ് കട്ട് നിലനിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കൊടുവള്ളി മണ്ഡലത്തിലുള്ളവരുണ്ട്. അതുപോലെ CK കാസിമിൻ്റെ തിരുവമ്പാടി മണ്ഡലത്തിൽ പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ, അതൊരു ഇങ്ങനെ റൗണ്ട് ചെയ്യപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ് ഇപ്പം ഈ സ്റ്റേ ഓർഡർ വന്നപ്പോഴും സന്തോഷം. കാരണം എന്താ? ഈ ഫ്രഷ് കട്ടിൻ്റെ നക്കാപ്പിച്ച ഇവരുടെയൊക്കെ കൈകളിൽ വന്നിട്ടുണ്ട്, വാങ്ങി തിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി ആഘോഷിച്ച ഒരു ഉത്തരവ്, ഒരു സർക്കാർ ഉത്തരവിനെയാണ് ജനങ്ങൾ ഇത്ര അധികം ആഘോഷിച്ചത്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ആ സർക്കാർ ഉത്തരവ് ഇറക്കിയത് ഇവരൊക്കെ പണിയെടുത്ത ആളുകളല്ല, മറിച്ച് ഇവരൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി പണിയെടുത്ത ആളുകളാണ് ആ ഉത്തരവ് ഇറക്കിയത്. ഇവരൊക്കെ പരാജയപ്പെടുത്താൻ പണിയെടുത്ത ആളുകൾ വിജയിച്ച് സെക്രട്ടേറിയറ്റിലെത്തി ഗവൺമെൻറ് ഉണ്ടാക്കി. അപ്പോൾ അവരാണ് ഈ ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതും ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഉത്തരവ് ഇപ്പോൾ ഫ്രഷ് കട്ട് പൂട്ടണമെന്ന് ചോദിച്ചാൽ അവർക്കതിൽ പൂട്ടണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല, പൂട്ടണം തന്നെ. പക്ഷെ ഇപ്പം എന്താ അവരെ ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം അത് VD സതീശൻ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. ഇത് പിണറായി വിജയൻ എടുത്തിരുന്നെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. ഇത് VD സതീശൻ എടുത്തത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ആ ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ തലേക്കെട്ട് കെട്ടിയ ആളുകൾ. ഇന്നലെ ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ വന്നപ്പോൾ ചില തലേക്കെട്ട് കെട്ടിയ ആളുകളുടെ ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. മനസ്സിലായില്ലേ? ആ തലേക്കെട്ട് കെട്ടിയ ആളുകൾ അവർ അഹോരാത്രം ഈ പറയുന്ന PK ഫിറോസിനെ ആണെങ്കിലും CK കാസിമിനെ ആണെങ്കിലും ഒക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെറ്റത്തരം കാണിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തതാ. തലേക്കെട്ട് കെട്ടിയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചെറ്റത്തരത്തിന് ഒരു കുറവില്ല. മനസ്സിലായില്ലേ? എല്ലാ ആളുകളെയല്ല പറയുന്നട്ടോ, ഞാൻ ഈ പറയുന്ന ചില ആളുകൾ, ഏത് ഇപ്പം തലേക്കെട്ട് കെട്ടിയോൻ്റെ കൂട്ടത്തിലാണെങ്കിലും തലേക്കെട്ട് കെട്ടാത്തവൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഒക്കെ ഏത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഒരു കൂട്ടം മനുഷ്യരെ എടുത്തു നോക്കിയാൽ അതിൽ ചില ചെറ്റകൾ ഉണ്ടാകും. അത്തരം ചില ആളുകൾ ചെയ്തു കൂട്ടിയതിനെയാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ തലേക്കെട്ട് കൂട്ടിയ കൂട്ടത്തിൽ അത് ഉണ്ടാവുമ്പോൾ അത് പറയാതിരിക്കണം, അങ്ങനൊന്നും വാശി പിടിക്കരുത്, പറയേണ്ടത് പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് PK ഫിറോസിൻ്റെ മറുപടി എന്ന് പറയുന്നത്. ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ആ ജനങ്ങളുടെ മുന്നിൽ മുന്നണി പോരാളിയായിട്ട് PK ഫിറോസ് ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരു ഓർഡർ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിപ്പിച്ചതിൻ്റെ പിന്നിൽ അതിലേക്ക് നയിച്ച വ്യക്തി അത് ഫിറോസാണ്. കഴിഞ്ഞ 6 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷക്കാലം അവിടെ MLA-മാരുണ്ടായിരുന്നു, കേരളത്തിൽ സർക്കാരും ഉണ്ടായിരുന്നു. അവർക്കൊന്നും സാധിക്കാത്ത കാര്യം 2 മാസം കൊണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ PK ഫിറോസാണ്. ആ ഫിറോസ് ഇതിൻ്റെ അവസാന അടിവേര് മാന്തുന്നത് വരെ ഫിറോസ് അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അവ പരിഹസിക്കുന്നവർ അങ്ങനെ പരിഹസിക്കട്ടെ, അതാണ് ഫിറോസ് പറയുന്നത്. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അവർക്ക് എന്താണ് അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് പിണറായി വിജയൻ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പിണറായി വിജയൻ ചെയ്തില്ല. കാരണം എന്താ? പിണറായി വിജയൻ്റെ അടുത്ത ആളുകൾ ഇതിൻ്റെ ബിനാമികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അത് സതീശൻ ചെയ്തതുകൊണ്ട്, UDF ഗവൺമെൻറ് ചെയ്തതുകൊണ്ടുള്ള ഒരു വെപ്രാളമാണ്. അതാണ് ഇവരുടെ സന്തോഷം, സാധാരണക്കാരൻ്റെ സന്തോഷം. സാധാരണക്കാരന് എങ്ങനെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർ പണിയെടുത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രതികൂലമായി ബാധിക്കും എന്ന് കാണുമ്പോൾ ഇവർക്ക് വലിയ വേദനയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഹൈക്കോടതി വിധി വരുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ ഓർഡർ വരുമ്പോൾ മനസ്സിലാക്കണം നിങ്ങൾ.